ഇന്ന് ഓണം വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് എല്ലാവർക്കും കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വിളവെടുപ്പ് കാണുന്നത്. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് കാണുമ്പോൾ എനിക്കിനോട് പറയാനുള്ളത് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. എന്നാൽ വരി നമുക്ക് വിളവെടുക്കാലോ, ഓണാണല്ലോ ഇപ്പോൾ. ഫസ്റ്റ് തന്നെ ഞാൻ വിളവെടുക്കുന്നത് മത്തന് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്, എന്നോ വിളവെടുക്കണം. ഞാൻ വിചാരിച്ച് ഓണത്തിനേക്ക് വെച്ചാൽ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. കുറച്ച് പഴുത്തുണ്ടാവില്ല, മൂപ്പധികം. ഇതൊക്കെ പറിക്കൽ തന്നെ എൻ്റെ പണി. ഇതാ മത്തൻ ചപ്പ് പറിച്ച് ഒന്ന് എൻ്റെ ഏലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുടുങ്ങിക്കിടക്കുക. നിങ്ങൾ കാണുമെന്നുള്ള അറിയില്ല, ഞാൻ എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലാ വള്ളിയൊക്കെ അടുപ്പ് നോക്കട്ടെ കേട്ടോ. എന്താ വള്ളിയൊക്കെ മൂത്ത വള്ളി അതിന് വെട്ടി മാറ്റട്ടെ. ഇതാ ഇതൊന്നും വേണ്ട, ഒക്കെ മൂത്ത് അതുപോലെ തന്നെ മത്തം മൂത്ത പോലെ തന്നെ കുടുങ്ങി കിടക്കുക അവിടെ ഇതിൻ്റെ ഉള്ളിൽ. ഇതാ അടിപൊളി മത്തനെയോ. ഒന്നോ ഭയങ്കര പാടാട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മത്തൻ ചപ്പ് ഉണ്ടായിരുന്നു പറിക്കാൻ. ഇതൊക്കെ പറിക്കായിരുന്നു. ഇതൊക്കെ നാളേക്ക് ഇപ്പം കുറേ ഓണത്തിന് ഇപ്പം ഇത് ഉണ്ടാക്കുന്നില്ല, വേറെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ അടക്കട്ടെ. ഇതൊക്കെ മൂത്ത, അതൊന്നും നമുക്കിനി വേണ്ട. കിട്ടിയല്ലോ, അത് ഞാൻ വെച്ചതാ ഓണത്തിനേക്കുള്ളത്. ഇനി നമുക്ക് ഇത് ഏതെന്നറിയോ, ചേന ഉണ്ട്. അടുത്തത് നമുക്ക് പായസം ഉണ്ടാക്കണ്ടേ. പായസം ഉണ്ടാക്കാൻ കുറച്ച് ഏലം ഇതൊക്കെ മൂക്കാനായതാണ്. തൊടുമ്പം അങ്ങോട്ട് കിട്ടണം. ഇതിൻ്റെ മുരട്ടെന്നുള്ളത് കുറച്ച് നേരത്തെ ഉണ്ടായതാ. അതിന് മാത്രം പായസത്തിന് മാത്രമല്ല വിളവെടുക്കുന്നുള്ളൂ. അല്ലാണ്ടേ വിളവെടുത്താൽ മൂത്തോട്ടെ. ഇതൊക്കെ അതാ ഉണ്ടോ എൻ്റെ ഏലോ, ഇവിടൊക്കെ അതാ. ഇതിലെല്ലാം ഏല. ഒരു കുറഞ്ഞൊരേലം വാങ്ങിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി ഇതിൻ്റെ മുമ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മരട് ഏലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ വെച്ചിരിക്കണം, എന്നാൽ നിങ്ങൾക്കൊരു കൊല്ലത്തിനുള്ളത് കിട്ടും. അടിയിലൊന്ന് ചോക്കൂ. ആ ചുവന്ന കളറ് വരുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. ഇതൊന്നും ആയില്ല. അത് ഇതിൻ്റെ അടുക്കേണ്ട പൂ വരെയുണ്ട്. ഏലപ്പൂവ് കണ്ടിട്ടില്ലല്ലോ. അടുത്ത് കാണിച്ചു തരാം ഏലപ്പൂവ്. ഇതാണ് ഏലപ്പൂവ്, കണ്ടോ? ഒന്നുകൂടി അടുത്ത് കാണിച്ച്. ഏലപ്പൂവ് അത്. അപ്പോൾ പായസത്തിനുള്ളത് മാത്രമല്ലേ ഏല ഞാൻ വിളവെടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഞാനെന്നല്ല, നമ്മൾ ഉണ്ടാക്കിയത് മരുന്നടിക്കാണ്ട് നല്ല ഒറിജിനൽ. അപ്പം ഭയങ്കര വീര്യം കൊടുത്ര മതി പായസത്തിന്. അപ്പോൾ ഏലമായി, മത്തനായി. ഇനി അടുത്ത് ഇഞ്ചി. നാളേക്കുള്ളത് മാത്രമേ വിളവെടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ ഇതൊന്നും ഇഞ്ചിൻ്റെ അല്ല കേട്ടോ, അത് വേറെ ഫേണോ എന്തൊക്കെ അതിന് പറയാം, അതൊന്നും ഇവിടെ വേണ്ട. ഇതാണ് ഇഞ്ചി പൂവിടുന്നത് കണ്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഇഞ്ചിൻ്റെ. ഇപ്പം ഞാൻ കുറച്ചിട്ട് ഇഞ്ചി പറിച്ചാട്ടെ ഇവിടുന്ന്. ഇങ്ങോട്ടേക്ക് അതാ മേലെ തന്നെ ഉണ്ട്. ഒന്നിട്ട് വലിച്ചെടുക്കട്ടെ. വലിച്ചിങ്ങോട്ട് ഊരട്ടെ. ഇത്ര മതി, നമ്മൾ ആവശ്യത്തിന് മാത്രം മതി. എന്തിനാ ഇത് കുറേ നമ്മളെ പോരെ പറമ്പിൽ ഉണ്ടാവുമ്പോൾ. ഇത്ര മതി ഇഞ്ചി. ബാക്കിയുള്ളത് ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെക്കട്ടെ കേട്ടോ. ഇത് മതി, നിങ്ങൾ ഇവിടെ നിന്നോട്ടെ. മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയായി. ഇനി അടുത്ത് എൻ്റെ കത്തിയടെ വെച്ച് എൻ്റെ ഏലം നോക്ക്. ഇത് വേറെ മരടാട്ടോ. എനിക്ക് ഇവിടെ കുറേ മരടുണ്ട്. ഇവിടെയൊക്കെ ഒരു ഭാഗം ഒരു കൂട്ടർ പൂവിടാൻ നോക്കുന്നു, ഒരു കൂട്ടർ മൂത്തിട്ടുണ്ട്, ഒരു കൂട്ടരെ പറിക്കാനായി, അങ്ങനെയുള്ളവർ പഴുത്തിട്ടേ. അപ്പോൾ ഞാൻ ഇതിങ്ങൾ ഫുള്ളിങ്ങ് എടുത്തത് അവിടെ വെക്കുന്നില്ല, അത് പറിച്ചീരെ കഴുകി ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ കാന്താരി പറിക്കട്ടെ കേട്ടോ. കാന്താരി ഇവിടെ ഉള്ളത് അങ്ങ് പറിക്കുന്ന, എനിക്ക് മേലുണ്ട് പറിക്കാൻ. ഇതിപ്പോൾ എൻ്റെ താഴെ പറമ്പിൻ്റെ താഴെയാ ഫ്രൂട്ട്സ് മാത്രം ഉള്ളത്. അവിടുന്ന് പറിക്കാം. കാന്താരി നമുക്ക് തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാന്താരി ആയിരിക്കണം കേട്ടോ. നല്ല സ്മെല്ല, നല്ല എരിവാ. കാന്താരി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ കാന്താരി. വിളവെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വീഡിയോ അങ്ങ് നീണ്ടിട്ട് ലോങ് ആയാലേ നമുക്ക് കാണാനൊരു സുഖം കിട്ടൂല. എല്ലാത്തും വേണം ഒരു
പാകം നീളം. ഈ ചേന വിളവെടുക്കുക. പക്ഷെ ഞാൻ വിചാരിച്ച് ഈ ചാക്കത്ത് വിളവെടുക്കുക, അത് ഇവിടെ നിൽക്കട്ടെ എന്നുള്ളത്. എൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ വേറെ നോക്ക് ഏലം കായ്ച്ച നോക്കിൻ്റെ ഉള്ളിൽ നിറച്ച് ഏല. അതാ ഇവിടെ ഒക്കെ അതാ. എനിക്ക് ഏലം നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ കാബേജാണ്. കാബേജ് ഇപ്പം ഞാൻ വിളവെടുക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ വിളവെടുത്ത ഉണ്ട്, ഓണത്തിലേക്ക് വെച്ചത്. എന്താ ഇതൊക്കെ ആളായി വരുന്നുണ്ട്. ഇത് ബ്രൊക്കോളിനായില്ല. ഇനി വഴുതിന വിളവെടുക്കുകയാണ്. വഴുതിനെ വലിപ്പം കണ്ട നിങ്ങൾ ഞെട്ടു. രണ്ട് മൂന്നെണ്ണം വിളവെടുത്ത് ഇനി ഇവിടെ ഉണ്ട്. അത്രയും വിളവെടുത്ത് വഴുതിന അത്ര മതി, കൂടുതൽ വേണ്ട. നമ്മളത് തന്നെ മൂപ്പെത്തിയത് അതിനൊക്കെ നിറച്ചിതാ, കായും പൂവും തന്നെയാ. ഇനി അടുത്തത് കുമ്പളങ്ങ. നിങ്ങൾ കുമ്പളങ്ങ എന്നാണോ പറയാ, അല്ലെ പൂതനാണെന്നോ പറയാ? പൂതക്കുമ്പളങ്ങ എന്ന് പറയുന്നവരുണ്ട്. എല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ ഇതാ പറിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭയങ്കര പേടിയുണ്ട്. ഓരോരുത്തർ എന്നോട് പറയും ശ്രദ്ധിക്കണേ, ലാഡർമ കയറുമ്പോ ശ്രദ്ധിക്കണേ. എനിക്ക് ഭയങ്കര ശ്രദ്ധ ഉണ്ട്. കണ്ടോ, സൂപ്പർ കുമ്പളങ്ങ. മത്തനായി, കുമ്പളങ്ങയായി, ഇഞ്ചിയായി, പച്ചമുളകായി. ഇനി ചേന പറിക്കട്ടെ. ഇത് ഒരു പീച്ചിങ്ങ പറിക്കുക, ഒക്കെ ഇന്നേക്ക് വെച്ചതാ. പീച്ചിങ്ങ. അടുത്തത് കോവക്ക. കോവക്ക നോക്കി എന്ത് രസാ, നിറച്ച് കോവക്ക ഉണ്ടായി. ഒരു സ്റ്റെപ്പുടിയും കയറട്ടെ, എന്നാലേ സമാധാനത്തിൽ പറിക്കാനാവുള്ളൂ. ഇതാ മാഷാ അല്ലാ, എനിക്ക് ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഈ പണി മുഴുവനും ചെയ്ത്. എന്ത് ഉഷാറിലാ ഉണ്ടായത് നോക്ക്. ഇത് നിത്യവഴുതന. നിത്യവഴുതനയും കുറച്ചപ്പുറത്ത് നമ്മൾ ഇത് വെക്കണം. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നായതാ. ഇവിടൊക്കെ ഇവിടെ എല്ലാം കോവക്ക നിറഞ്ഞെടുക്കണ്. അതൊക്കെ ഞാൻ പറിക്കാൻ നിന്നാലുണ്ടല്ലോ വീഡിയോ അങ്ങ് നീണ്ടു. പറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കിട്ടോ. നല്ല സൗകര്യം. അങ്ങനെ അങ്ങ് നെറ്റ് കെട്ടി യോ കൊല്ലകായി എന്നൊക്കെ പറയൂലേ, ഞങ്ങളെ നാട്ടിൽ അങ്ങനെ പറയാ. ഉണ്ടായേ കാണുന്നു. നിങ്ങൾ അടുത്തുനിന്ന് പിടിച്ചാലേ നിങ്ങൾ കാണൂ, കാരണം എല്ലാം ഉള്ളിലാ. ഞാൻ വിളവെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. കുറേ ഉണ്ടെന്ന് വിളവെടുക്കാൻ. നിത്യവഴുതന പറിക്കട്ടെ. നിത്യവഴുതന ആൾന്ന് കുറച്ച് പറിച്ചു. ഇതാ ഇങ്ങനെ അങ്ങ് പറിച്ചാൽ മതി നിത്യവഴുതന. എന്തോ ഒരു. അടുത്തത് കർമൂസ്. കർമൂസ് പറിക്കട്ടെ കേട്ടോ. ഒന്ന് അധികം വേണ്ട, നമുക്ക് എല്ലാം കൂടി വേണ്ട, എല്ലാം ഉണ്ട് വിചാരിച്ചിട്ട്. ഇതിപ്പോ പൈപ്പോണ്ടാ. രണ്ടെണ്ണം അത് മതി, ധാരാളം. ഇനി അടുത്തത് ചേമ്പ്. ഇനി ഞാൻ കപ്പയാ, ചാക്ക് നട്ട കപ്പയാ ഇത്. ചോലത്താ നട്ട്, തീരെ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് നീണ്ടങ്ങ് പോയിന് കമ്പ്. ഞാൻ പൊട്ടിച്ച് ഇങ്ങെടുത്ത് നോക്കട്ടെ, വലിച്ചൂരി നോക്കട്ടെ. ഞാൻ ഇതിനൊക്കെ വേറെ സൗണ്ട് കൊടുക്കുന്ന കേട്ടോ. പുറത്ത് ഭയങ്കര പാട്ട്, റോട്ടുമ്മൽ. ഇപ്പോൾ കോപ്പിറൈറ്റ് വേണ്ട വിചാരിച്ചതൊക്കെ ഞാൻ സൗണ്ട് അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ച. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂക്കലൊക്കെ കേൾക്കേന്, വിളവെടുപ്പിൻ്റെ ഒന്നും ഇപ്പം കേൾക്കൂല. ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഇതാ കുഴപ്പമില്ല, നമ്മൾ അത്രയല്ല അധ്വാനിച്ചുള്ളൂ. ഒരു ചാക്ക് എടുത്തിട്ട് കരിയില്ല, ഒരു കമ്പ് കുത്തിയിട്ടല്ലേ ഉള്ളൂ. നല്ല വെയിൽ കിട്ടണം, അതാ നന്നായിട്ടുണ്ടാവും. എന്നാലും എനിക്ക് കിട്ടി, അത്യാവശ്യത്തിന് കിട്ടീന്. എന്താ ഒന്ന് രണ്ട് ഇങ്ങനെ കുറച്ചുണ്ടല്ലോ, തൂക്കി നോക്കിയാൽ കുറച്ചുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഒക്കെ ഞാൻ ഒന്നിച്ച വിളവെടുക്കാൻ. ഇതിനും നല്ല ഒന്നും എനിക്ക് വിളവെടുക്കാണ്ട്, ഇത് മതി എന്ന് വിചാരിച്ചിട്ടാ. കരിയില കുറച്ച് ഇട്ടുണ്ടാക്കിയതല്ലേ. ഇനി അടുത്ത് ഞാൻ കർമൂസ് പറിക്കട്ടെ വിചാരിച്ചു. കർമൂസല്ല, എന്ത് ചേമ്പ്. പിലാത്തി ചേമ്പ് എന്ന് ഇവിടെ പറയും, പാൽച്ചേമ്പ് എന്ന് പറയൂ. അത് ഇതൊന്നും ടൈമിങ്ങിനല്ല കേട്ടോ ഇത് പറിക്കുന്നത്. ഇപ്പൊ ഒന്നും അല്ല, കുറച്ച് കഴിയും ഇത്. എന്നാലേ നമുക്ക് ഓണത്തിനേക്ക് വേണ്ടി ഞാൻ കുറച്ച് വിളവെടുത്തുന്നേ ഉള്ളൂ. ഈ
എന്താണ് ഈ പാൽച്ചേമ്പില്ലേ അത് അയിമലേക്ക് നിൽക്കൂലട്ടോ, പൊട്ടിപ്പോവും, വേഗം പൊട്ടും. ഇതാ പൊട്ടി ഉണ്ട് 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 ഇതാ അത്യാവശ്യം ഉണ്ട്. ഇത്ര പോരെ? നമ്മളല്ലേ പണിയെടുക്കുന്നത്, നമ്മളെ അധ്വാനം, നമ്മൾ പണിയെടുക്കുന്നതൊക്കെ ആരോഗ്യം നമ്മളത് കുറച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പാത്രത്തിലാക്കട്ടെ. ഇതൊക്കെ ബേക്കുന്ന ഇതാ കണ്ടില്ലേ, കപ്പ പുഴുക്കിനുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇതാ ഇത്ര കിട്ടിയില്ലേ ഒരു കമ്പ് നിന്ന്? ധാരാളം. 2 കർമൂസും പറിച്ചെടുത്ത എന്തെങ്കിലുമൊക്കെ മോര് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര വെയിറ്റ് എല്ലാം കൂടി ആയി വെക്കുമ്പോൾ. പിന്നെ ചേമ്പ് എല്ലാം എടുത്ത് ഞാൻ അകത്തോട്ട് പോവുക. ഭയങ്കര വെയിറ്റാട്ടോ, അത് താങ്ങുന്നില്ല, ഊരക്ക് പ്രശ്നമാവും. ഇത് ചൈനീസ് ഓറഞ്ചാ. ഈ ചൈനീസ് ഓറഞ്ചില്ലേ എല്ലാവരും നട്ടുപിടിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നന്നായിട്ടുണ്ടാവും. നമുക്ക് മിൻറ്റ് വാട്ടറോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉണ്ടാവുമല്ലോ, അച്ചാറിടാൻ. കാര്യമായിട്ട് ഞാൻ ജ്യൂസ് അത് ഉണ്ടാക്കൽ. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല മണം, ഓറഞ്ചിൻ്റെ മണം, ഭയങ്കര പുളിയും. ഇനി ഞാൻ വിളവെടുക്കുന്നത് പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണിൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ, കണ്ണിന് പൊന്ന. ദിവസേന കഴിക്കുന്നവർക്ക് കണ്ണിന് മങ്ങലൊന്നും ഉണ്ടാവില്ല എന്നല്ല. നമുക്കിങ്ങനെ മൊബൈലും ടി വിയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നവർക്ക് കണ്ണിന് പ്രയാസമാണല്ലോ. ഈ പൊന്നാങ്കണ്ണി നട്ടുപിടിപ്പിച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഇനി ഞാൻ വിളവെടുക്കുന്നത് എൻ്റെ ചീരച്ചേമ്പ്. ചീരച്ചേമ്പിൻ്റെ വീതി നോക്ക്, ഞെട്ടി പോവും, എന്തോരം വലുപ്പ. 2 ചീരച്ചേമ്പിൻ്റെ ഇല മതി നമുക്കൊരു തോരന്. തണ്ടും എടുക്കാം, ഇലയെടുക്കാലോ. ചൊറിയോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും. ചൊറിയൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ വിളവെടുക്കുന്നത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് നട്ട്, വേറെ കുറച്ച് കഴിഞ്ഞാൽ വേറൊന്ന് നട്ട്. ഇപ്പോൾ രണ്ടും വിളവെടുക്കുക, ഒന്നിച്ചങ്ങ് പറിച്ചെടുക്കുക. ഞാൻ മാന്തി നോക്കുമ്പോൾ അതിലൊന്ന് ഞാൻ കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓണത്തിനേക്ക് വിളവെടുക്കാതെ നിൽക്കട്ടെ എന്നുള്ളത്. ഉണ്ട് 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 ഇതാ വീണുപോയി. അതാ വേഗം വീണു പോകും ഇത്. 2-3 എണ്ണം ഉണ്ട് തോന്നുന്നു. ഒന്ന് കിട്ടി. അതിന്മേൽ വീഴാത്ത 2 എണ്ണം ഉണ്ട്. ചെറുതായത് കൊണ്ട് വീണില്ല, വലുതാകുമ്പോൾ അവിടെ നിന്നു അത്. ഇഞ്ചി അക്കൂട്ടത്തിൽ തന്നെ ഉണ്ടായിന്. ഇഞ്ചി ഞാൻ അവിടെ വെക്കുക, ബാക്കിയുള്ള ഇങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങ് മുളച്ച ഏത് സമയത്തും നടട്ടോ, നമുക്ക് ഉണ്ടാവും. ഇനി നോക്കട്ടെ, എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ അടിയിലേ. ഓ 2 എണ്ണം കിട്ടി. 2 വലിയ ഉരുളക്കിഴങ്ങും 2 ചെറിയ ഉരുളക്കിഴങ്ങും കിട്ടിയിട്ടുണ്ട്. സാമ്പാറിലിടാലോ, അത്രല്ലേ വേണ്ടൂ. സൂപ്പറായിട്ട് ഇത്രയും കിട്ടി. എല്ലാം ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. ഇന്നത്തെ ഓണം വിളവെടുപ്പ് ഇതാ ചീരച്ചേമ്പ്. ചീരച്ചേമ്പൊക്കെ സ്ഥലം മുടക്കാൻ ഒരുപാട് സ്ഥലത്ത്. ഇതാ പീച്ചങ്ങ, പൊന്നാങ്കണ്ണി. ഇത് വെള്ളരി എൻ്റെ തന്നെയാണ്, പക്ഷെ ഞാൻ കുറച്ച് മുമ്പേ പറിച്ച് വെച്ചത്, അന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ. ഇത് ഇഞ്ചി ഉണ്ട്, പാൽച്ചേമ്പ്, മത്തന്, വഴുതിന എല്ലാം ഉണ്ട്. വഴുതിന, പിന്നെ കുറച്ച് ഏലം, പായസത്തിനുള്ള ഏലം, കർമൂസുണ്ട്, പൂത കുമ്പളങ്ങണ്ട്, കപ്പ ഉണ്ട്, ഇത് കോവക്കയുണ്ട്, നിത്യവഴുതനയുണ്ട്. അങ്ങനെ ഇന്നത്തെ ഇതൊക്കെ എന്തൊക്കെ ആവശ്യത്തിന് എടുക്കാം ഓണത്തിന്, നമുക്കെല്ലാം കൂട്ടുകറിക്കും എല്ലാം എടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അസ്സലാമു അലൈക്കും.